ഇന്ന് നമ്മൾ ഈ മരം പോലത്തെ സാധനത്തിന് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ മരത്തിനെ നമുക്ക് വെട്ടി മാറ്റാം. നമ്മൾ അതിൻ്റെ കുപ്പായിൽ മാറ്റി കുറച്ച് കഴുകി അതിനെ ചെറുതായിട്ട് ഉരുണ്ട് ഉരുണ്ട് മുറിച്ച് അതിനെ നമ്മൾ തിളപ്പിക്കാൻ പോകില്ല. തിളപ്പിക്കുമ്പോൾ അതിന് ഒറ്റക്ക് തിളപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞപ്പോൾ തന്നെ അതാ തിളക്കാൻ തുടങ്ങി. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്ത് കുറച്ചുകൂടി കോരിയിട്ട് അതിൻ്റെ പ്ലേറ്റിലെടുത്തിട്ട് ഒരു കത്തി കുത്തി നോക്കുമ്പോൾ നമ്മളെ കത്തിന് ഉള്ളുവരെ പോകുന്നുണ്ടെന്ന് വെച്ചാൽ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെക്കും. പീസാക്കിയിട്ട് ഇനി നമുക്കിതിനെ വെയിലത്ത് ഉണക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒപ്പിയെടുക്കും കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ നല്ലോണം ഒപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ല ചൂടോടെ എണ്ണയിൽ ഇതിനെ നമുക്ക് ഇടണം. ചൂട് എണ്ണയിലിടുമ്പോൾ കുറച്ചൊക്കെ തിളക്കും, കുറച്ചൊക്കെ തെറുക്കും. അതൊക്കെ നമ്മൾ സഹിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ച് അങ്ങോട്ടും ആക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മരം പോലത്തെ സാധനത്തിന് നമുക്ക് തിന്നാൻ പോലെ ആക്കാൻ വേണ്ടി ഇനി നമുക്ക് അതിൻ്റെ ഒരു മസാലയുണ്ട്, അതിനകത്ത് ഇടും. അപ്പോൾ ഇത് ശരിക്കും വെച്ചാൽ ഗറാഡു എന്ന് പറയുന്നൊരു സാധനമാണ്, നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്നതാണ്. ഈ കല്യാണത്തിനൊക്കെ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ തന്നെ ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ് മോനെ. ഇതിനാ മസാലയിലിട്ട് ഇങ്ങനെ തിന്നാം.